അപ്പോഴടി എൻ്റെ ബോസ് ഏതോ വഴിപോക്കനെ പിടിച്ചോണ്ട് വന്ന് എൻ്റെ ബോസ് ആണെന്ന് പറഞ്ഞ് പറ്റിക്കാൻ നോക്കുന്നു. അപ്പൊ സത്യമായിട്ട് ഇവനല്ലേ നിന്റെ ബോസ്? ചുമ്മാ കളിക്കല്ലേ. ഗോസ്റ്റ് ആണെന്ന് എന്തോ തോന്നിസം പറയാന്നാണോ? എത്ര ബുദ്ധിമുട്ടിയെന്നറിയോ ഇവനെ പിടിച്ചത്? ചേച്ചിക്കാട്ടി വരെ കിട്ടി. ഞാൻ ചത്തുപോയിന്നുള്ളൂ, എൻ്റെ ബോധം പോയിട്ടൊന്നുമില്ല. ഇവനെ എനിക്കറിയില്ല. എൻ്റെ ബോസ് വേറെ ആളാ. സംശയമുണ്ടെങ്കിൽ ഇവനോട് തന്നെ ചോദിക്ക്, ഇവൻ പറയട്ടെ. പിന്നെ ആരോടോ താൻ? ഇവന്റെ ബോസ് അല്ലേ നീ? അതിന് ഇവൻ പറഞ്ഞ ആരാ? ഈ കാണുന്നത് തനിക്ക് എന്താ കണ്ണുണ്ടൂടെ? കാണാം, പക്ഷെ എനിക്കൊരു പുക മാത്രമേ കാണുള്ളൂ. ആ തൽക്കാലം പുകയുള്ളൂ. പണ്ട് കാണായിരുന്നു, ഇപ്പൊ പുകയായി. അല്ല, താൻ പുകയാക്കി. താങ്കൾ ഇവനെ വെടി വെച്ചത്. അതിന് ഈ പുക ഏതാ? ഏതാണ്? എടോ, ഇതാണ് താൻ ഇത്രയും കാലം അന്വേഷിച്ചു കിടന്ന ബ്ലാക്കിയുടെ ഗോസ്റ്റ്. ഇവനെ വെടി വെച്ച് വന്ന ആളെ കൊല്ലം നടക്കാം ഈ ഗോസ്റ്റ്. ഇവനല്ല എന്നെ വെടി വെച്ചത്. എന്നെ വെടി വെച്ചത് എൻ്റെ ബോസാ. അവനതിൽ റോളില്ല. അപ്പം അന്ന് നീ പറഞ്ഞതിൽ ഇവനാണ് നിന്നെ വെടി വെച്ചെന്നല്ലേ പറഞ്ഞേ? ഇവനാണെന്നും പറഞ്ഞ് ഞാൻ വല്ല ഫോട്ടോയും കാണിച്ചു തന്നിരുന്നവൻ്റെ. എൻ്റെ ബോസ് എന്നല്ലേ പറഞ്ഞുള്ളൂ. പിന്നെ അതിനിടയിൽ ഇവനെങ്ങനെ വന്നു? അല്ല പറഞ്ഞില്ല. പക്ഷെ ഞാനും അല്ല, അങ്ങനെയല്ല. നീ പറഞ്ഞപ്പോ ഞാനത്. പക്ഷെ അവൻ പോട്ടെ, അവൻ ഈ കഥയിലേ ഇല്ലാത്ത ആളാ. നീ പോയി എൻ്റെ ശരിക്കുള്ള ബോസിനെ കണ്ടുപിടിക്കേ. അവൻ പോയി. ഇനി നിന്റെ ശരിക്കുള്ള ബോസിനെ ഞാൻ എവിടെ പോയി കണ്ടുപിടിക്കും? അല്ല, ആരാ നിന്റെ ബോസ്? വല്ല ഫോട്ടോയുണ്ടോ നിന്റെ കയ്യിൽ? പിന്നെ ചത്തുപോകേട്ട് അലിഞ്ഞടക്കുന്ന എൻ്റെ കയ്യിലല്ലേ ഫോട്ടോ. ഒന്ന് പോയിടി മന്ദബുദ്ധി. ഒരു ഫോട്ടോ ഉണ്ട്. അവിടെ എൻ്റെ വീടിൻ്റെ ഉമ്മറത്ത് ഞാനും എൻ്റെ ബോസും കൂടി നിൽക്കുന്നൊരു ഫോട്ടോ. അതിൽ കണ്ണൊക്കെ പിടിച്ചിരിക്കുന്ന ആളാ എൻ്റെ ബോസ്. അപ്പൊ നമ്മൾ അന്ന് ആ ഫോട്ടോയിൽ കണ്ടതാണ് അവന്റെ ബോസ്. ഇപ്പം ആള് മനസ്സിലായല്ലോ. എന്നാൽ നിങ്ങൾ വേഗം അയാളൊന്ന് കണ്ടുപിടിച്ചതാ. തന്നാ പിന്നെ എൻ്റെ ഒരു ശല്യവും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഡെയിലി ഞാനിവിടെ വന്നുകൊണ്ടിരിക്കും. എൻ്റെ ശല്യം നിങ്ങൾക്ക് താങ്ങത്തില്ല. ഞങ്ങൾ ശ്രമിക്കാം, അല്ലാതെ വേറൊന്നും തൽക്കാലം പറയാൻ പറ്റില്ല. ശരി, ശ്രമിക്കേ. എന്നാ ഞാൻ പോകുന്നു, വീണ്ടും വരാം. ഈശ്വര, കഥ ഞാൻ പ്രതീക്ഷിക്കാത്തിടത്തേക്കാണല്ലോ പോകുന്നത്. ക്ലൈമാക്സ് എന്താവോ എന്തോ. എന്നാലും പട്ടാള സൈക്കോ രക്ഷപ്പെട്ടപ്പോ നിങ്ങളാരും ഒന്നും വന്നില്ലല്ലോ അവനെ പിടിക്കാൻ. എന്തിന്? അതിന് അവനല്ലല്ലോ പട്ടാളം, നമ്മക്കാള് മാറിയില്ലേ. നിന്നോട് ആരാ പറഞ്ഞ അവനാണ് പട്ടാളന്ന്? അതാരും പറഞ്ഞൊന്നുമല്ല. ഒരു ദിവസം ദേവ് ഇവിടെ മിറ്റടിച്ചു വാരിക്കൊണ്ടിരുന്നപ്പം ഇന്നലെ വന്നവൻ അവിടെ തെങ്ങിൻ തോപ്പിൽ എന്തോ കിളച്ചോണ്ടിരിക്കുന്നുണ്ട്. ഏതോ എക്സ് മിലിറ്ററിക്കാരൻ ആ വീടും പറമ്പും വാങ്ങിയെന്ന് കേട്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു അവനായിരിക്കാം പട്ടാളം അല്ലേ. ഞാൻ ചോദിക്കുകയും ചെയ്തു അമ്മേനോട്. അമ്മ പറയുന്ന കേട്ട് ഞാനും വിശ്വസിച്ചു. അന്ന് അവൻ ഗേറ്റിന്റെ അടുത്ത് വന്നപ്പോ നിങ്ങൾ സംസാരിച്ചില്ലേ? അന്ന് ഞാനും ദിയമോളും ജനലേക്കടെ കണ്ടായിരുന്നു അവനെ. അപ്പൊ സ്വാഭാവികമായിട്ടും അവൻ തന്നെയാണ് സൈക്കോ പട്ടാളം എല്ലാരും കരുതി. അതാണ് ബ്ലാക്ക് ഗോസ്റ്റ് പറഞ്ഞ കഥയിലെ പട്ടാള ഇവനാണെന്ന് നമുക്ക് തോന്നിയതില്ലേ? അതെ, നമ്മുടെ മനസ്സിലെ പട്ടാളക്കാരന്റെ രൂപം അവനാണല്ലോ. സോ ഗോസ്റ്റ് പറഞ്ഞ കഥയിലെ പട്ടാളക്കാരന്റെ രൂപമായിട്ട് നമ്മൾ സങ്കല്പിച്ചത് അവന്റെ രൂപമായിട്ട് നിനക്ക് തോന്നി. അത് നീ ഞങ്ങളോട് പറഞ്ഞപ്പോ ഞങ്ങൾ മനസ്സിൽ കണ്ടത് അവന്റെ രൂപമായിരുന്നു. ഇപ്പോഴാ എന്റെ സംശയമൊക്കെ മാറിയത്. ദീ ഇതുവരെ ഒന്നും മനസ്സിലാവാതെ അന്തം വിട്ട് കുന്തം വിഴിഞ്ഞിരിക്കുന്നു. സത്യം, ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെ. ഓക്കെ, അപ്പൊ കാര്യങ്ങളൊക്കെ വ്യക്തമായ സ്ഥിതിക്ക് ഇനി ആ ഒറിജിനൽ പട്ടാളത്തിനെ കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ ആ ഗോസ്റ്റ് ഈ വീട് വിട്ടു പോകത്തില്ല. അതിനി എവിടെ പോയി കണ്ടുപിടിക്കും? ആ വീട്ടിൽ ഞങ്ങൾ ഒരു പ്രാവശ്യം പോയതല്ലേ. ചേട്ടാ എന്താ ആലോചിക്കുന്നേ? വല്ല പിടിവള്ളിയും കിട്ടിയോ? അതല്ല, അയാൾ അവിടെ എന്ത് ചെയ്യായിരുന്നു പറഞ്ഞ? എവിടെ? ആരെന്ത് ചെയ്യായിരുന്നു? അല്ല, നീ അന്ന് മിറ്റടിച്ചു വാരിക്കൊണ്ടിരുന്നപ്പോ അയാൾ അവിടെ എന്തോ കിളച്ചോണ്ടിരിക്കായിരുന്നു എന്നല്ലേ പറഞ്ഞ്? അത് വാഴത്തൈ എന്തോ കുഴിച്ചിട്ടായിരുന്നു. എന്തിന്? ആ പട്ടാളക്കാരനുമായിട്ട് ഒരു ബന്ധമില്ലാത്ത അയാള് ആ പറമ്പിൽ എന്ത് കുഴിച്ചിടാന്? ഇനി അവർ പരിചയക്കാരാണെങ്കിലും ആണെങ്കിൽ അയാളെ ബ്ലാക്ക് അറിയാതിരിക്കോ? അവൻ അയാളെ കണ്ടിട്ടേ ഇല്ലെന്നല്ലേ പറഞ്ഞു. അത് ശരിയാണല്ലോ. അപ്പൊ അയാൾ എന്ത് ചെയ്യായിരുന്നു അവിടെ? ആ കുഴിച്ചിട്ട വാഴത്തൈ നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നു? ഞാൻ ഇല്ല, തൈ അങ്ങനെയൊന്നും കണ്ടില്ല.
ഏതോ കൃഷിക്കാരനാ വല്ല തെങ്ങോ വാഴയോ എന്തെങ്കിലും കുഴിച്ചിട്ടായിരിക്കും. ആ അമ്മയോട് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞതാ വാഴ കുടിച്ചിട്ടായിരിക്കുന്നത്. ആ ഓർമ്മയിൽ ഞാൻ പറഞ്ഞതാ. അപ്പൊ നീയാണോ ഓരോ ഗസ്സും പറഞ്ഞ് ഈ കൺഫ്യൂഷൻ മൊത്തം ഉണ്ടാക്കിയത് അല്ലേ? അല്ല, കുഴിച്ചിടുന്ന കണ്ടപ്പോ അതാന്ന് കരുതി. കൃഷിക്കാരനല്ലേ. നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കിയാലോ? എന്താ കുഴിച്ചിട്ടിരിക്കുന്ന അറിയാലോ. വാ നോക്കിക്കളയാം, ഇവിടെ തന്നെ അല്ലേ. ഞാനും വരാം. വല്ല തുമ്പുണ്ടെങ്കിൽ മണത്ത് കണ്ടുപിടിക്കാലോ. ഓക്കെ, ദേവും തീ ഇവിടെ തന്നെ നിന്നോ. കാട് പിടിച്ചെടുക്കുന്ന സ്ഥലമല്ലേ. ഉണ്ണിമോള് നിക്കി വന്നാൽ മതി. ആ നിക്കയുടെ ലീഷും എടുത്തു. ഭാഗത്ത് അയാൾ അന്ന് കിളച്ചിരുന്നത്. ഇവിടെ തന്നെയാണോ? ഇവിടെ കുഴി മാത്രമുള്ളല്ലോ. ഇവിടെ തന്നെയാ. ഞാനൊന്ന് നോക്കുമ്പോ കുഴി മൂടി ഉറപ്പിക്കുന്നതാ ഞാൻ കണ്ടത്. അപ്പൊ ഈ സ്മെല്ലാണ് കുറച്ച് ദിവസമായിട്ട് വന്നുകൊണ്ടിരുന്നത്. എന്ത് സ്മെല്ല്? കുറച്ചു ദിവസമായി ഇവിടെ എന്തോ ചത്ത് ചീഞ്ഞ മണം ഉണ്ടായിരുന്നു. ഇന്നാ അത് പോയത്. ശരിയാ, ഈ മണ്ണിനും ആ ഒരു സ്മെല്ലുണ്ട്. പക്ഷേ ഇത് നിങ്ങളെന്ന് പറഞ്ഞ പോലെ എലിയും പൂച്ചയൊന്നുമല്ല. പിന്നെ ഇതേതോ ഡോഗോ മനുഷ്യനോ ചത്ത് ചെയ്യുന്ന സ്മെല്ലാണ് എനിക്ക് തോന്നുന്നു. അപ്പൊ അത് തന്നെ, ഇവിടെ ആയിരിക്കും അയാൾ ബ്ലാക്കിനെ കുഴിച്ചിട്ടുണ്ടാവുക. പക്ഷെ അയാളല്ല കൊന്നേന്നല്ലേ ബ്ലാക്കി പറഞ്ഞത്. പിന്നെന്തിനാ അയാൾ ഈ കുഴി എടുത്തത്? കൊന്നത് അയാളല്ലെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. കുഴിച്ചിട്ടത് അയാളല്ലെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. എന്നുവെച്ചാ അപ്പ എന്താ ഉദ്ദേശിക്കുന്നത്? പറയാം, ചില കാര്യങ്ങൾ ഇവിടെ അറിയാനുണ്ട്. ഇതെന്താ മോതിരം? ഇതാരുടെ ഈ മോതിരം? എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഇതാ കുഴിച്ചിട്ടാളുടെ ആയിരിക്കും, അല്ലെങ്കിൽ കുഴി മാന്തിയവന്റെ. നീ കണ്ടതുമല്ല അമ്പലപ്പറമ്പിലുമായിരിക്കും. പിന്നെ അതൊന്നും അല്ല. എവിടെ ഇപ്പൊ കണ്ടത്? വാ പോവാം. നീ അവിടെ ചെന്നിട്ടാവും ബാക്കി ആലോചന. കണ്ടോ അവിടെ എന്താ കുഴിച്ചിട്ടേക്കുന്നേന്ന്? കുഴിച്ചിട്ട് എന്തായാലും അതാരോ മാന്തിക്കൊണ്ട് പോയിട്ടുണ്ട്. അതെന്തിന്? അതെന്തിനാന്നോ എന്താണെന്നുമാണ് നമുക്കും അറിയേണ്ടത്. നീ ഇതൊന്ന് പിടിച്ചേ, ഞാനൊന്ന് പുറത്തു പോവാം. കുറച്ച് കാര്യങ്ങൾ കൂടെ അറിയാനുണ്ട്. ഞാനും കൂടെ വരണോ? വേണ്ട, അന്നത്തെ പോലെ ആരെങ്കിലും വന്നാൽ പിള്ളേർ ഒറ്റയ്ക്കാവും. അതുകൊണ്ട് ഞാൻ പോയിട്ട് വരാം. ഇതെന്താ? സൂക്ഷിച്ച് താഴെ കളയല്ലേ. ഇത് പപ്പ അവിടുന്ന് സാമ്പിൾ എടുത്ത മണ്ണാ. ആ പിന്നെ ഒരു മോതിരവും കിട്ടിയിട്ടുണ്ട്. ഇത് അയാളുടെ കൈ കിടന്ന മോതിരല്ലേ? ആരുടെ? ഇന്നലെ വന്ന ആളുടെ. ഞാൻ കണ്ടായിരുന്നല്ലോ. എന്നാ പിന്നെ പപ്പ പറഞ്ഞ പോലെ അന്നാ കുഴിച്ചിട്ടപ്പോ ചാടിപ്പോയതായിരിക്കും. അപ്പൊ അയാൾക്ക് ഈ സ്റ്റോറിയിൽ എന്തോ വലിയ റോളുണ്ട്. അതായിരിക്കും അയാൾ ഇന്നലെ ഓടി രക്ഷപ്പെട്ടതില്ലേ. ഞാൻ അപ്പോഴേ വിളിച്ചു കൂവിയതല്ലേ അയാളെ പിടിക്കാൻ. ആരൊന്നും വന്നില്ലല്ലോ. ഇപ്പൊ എന്തായി? അത് അയാളല്ല ബോസ് എന്ന് ഗോസ്റ്റ് പറഞ്ഞപ്പം ഞങ്ങളൊന്ന് കൺഫ്യൂഷനായി. അതാ. പപ്പ എങ്ങോട്ടാ പോയത്? എവിടെയായിരുന്നു ഇത്ര നേരം? പോയ കാര്യം എന്തായി? അല്ല എങ്ങോട്ടാ പോയത്? പോയത് അങ്ങോട്ട് തന്നെയായിരുന്നു, ബ്ലാക്കിയുടെ വീട്ടിലോട്ട്.
ബ്ലാക്കിയുടെ ബോസിനെ കുറിച്ച് എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടാതിരിക്കില്ല എന്ന പ്രതീക്ഷയിലാണ് ഞാൻ അങ്ങോട്ട് പോയത്. അങ്ങനെ ഞാൻ ആ വീട് അരിച്ചു പെറുക്കി പരിശോധിക്കാൻ തീരുമാനിച്ചു. ഞാൻ ആ വീട് മുഴുവൻ അരിച്ചു പെറുക്കി. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ ഒന്നും തന്നെ അവിടെ നിന്ന് കിട്ടിയില്ല. പ്രതീക്ഷിച്ച പോലെ ഒന്നും കിട്ടാതെ ഞാൻ നിരാശനായിട്ട് തിരിച്ചു വരാൻ നിൽക്കുമ്പോഴാണ് അവിടെ കിടന്നൊരു മേശ ഞാൻ കണ്ടത്. കുറേ കണക്കും കൃഷിക്കാര്യങ്ങളും ഡേറ്റുകളും എഴുതിയൊരു ഡയറി. വേറൊന്നും അതിലില്ലായിരുന്നു. അത് തിരികെ വെക്കാൻ തുടങ്ങുമ്പോഴാണ് ഞാൻ അതിനകത്തിരുന്ന ഒരു കടലാസ് കവർ കണ്ടത്. കുറച്ച് പഴയ ഫോട്ടോകളായിരുന്നു അത്. പക്ഷേ അതിലൊരു ഫോട്ടോ ആ ഞെട്ടലൊന്നും ഞാൻ ഇപ്പോഴും വിട്ടിട്ടില്ല. എന്തായിരുന്നു ആ ഫോട്ടോയില്? ആ ഫോട്ടോ അപ്പൊ കൊണ്ടുവന്നിട്ടുണ്ടോ? ആ ഞാനത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഇയാളല്ലേ? ഇതാ ഇന്നലെ വന്നാളല്ലേ? ഇതിലെന്തെത്ര ഞെട്ടാൻ? അതെ, ഇന്നലെ വന്നവൻ തന്നെ. അവന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ മനസ്സിലായോ? ഇതല്ലേ? ഇതാരാ? അയാളാണ് ബ്ലാക്കിയുടെ ശരിക്കുള്ള ബോസ്, ആ സൈക്കോ പട്ടാളം. അതെ, അയാൾ തന്നെ. അവർ രണ്ടുപേരും തമ്മിൽ പരിചയമുണ്ട്. മേ ബി അവർ ബന്ധുക്കളായിരിക്കാൻ സാധ്യതയുണ്ട്. ഈശ്വര, വിചാരിച്ച പോലെ ഒന്നും അല്ലല്ലോ സംഭവിക്കുന്നത്. എങ്കിൽ നമ്മളും ബ്ലാക്കിയും ഒന്നും അറിയാത്ത എന്തൊക്കെയോ രഹസ്യങ്ങൾ ഇതിന് പിന്നിലുണ്ട്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അവർ രണ്ടുപേരും ഇപ്പോൾ ഒരേ സ്ഥലത്തായിരിക്കും.